എല്ലാവരെയും പിടിച്ചകത്തിട്ട് പൂട്ടിയില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നിടത്തോട്ട് അവർ വരും. അപ്പോഴവർക്ക് അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. ഇന്നലെ എങ്ങനെയായിരുന്നു കേട്ടോ, ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ പിടിച്ച് പൂട്ടി കിട്ടും. അത്ര വെള്ളത്തില്ലല്ലോ, എൻ്റെ അടുത്താണോ കളി. അപ്പോഴേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നല്ല നല്ല കമൻറ്റുകൾ അയക്കുന്ന എൻ്റെ എല്ലാ ചങ്കത്തിമാർക്കും ചങ്കന്മാർക്കും ഒത്തിരി നന്ദി. പിന്നെ നമുക്ക് ലൈക്ക് തരാതെ പോകുന്നവർക്കും കമൻറ്റ് തരാതെ പോകുന്നവർക്കും ഒത്തിരി അവരോടും ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. ഒന്ന് കാണിയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോഴൊത്തിരി സന്തോഷമുണ്ട്. ഇന്നിത്തിരി പനിയൊക്കെ കുറവുണ്ട്. ഇച്ചിരിയൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്ന ഈ വണ്ടി കേട്ടോ. അപ്പോഴും 4 മേലുവേദനയുണ്ട്. ശരീരവേദന നമുക്ക് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. എനിക്ക് അല്ലാതുള്ള അസ്വസ്ഥതകൾ, ആ ശരീരം മൊത്തം ഇടിച്ച്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പോലീസുകാരിട്ട് ഉരുട്ടുന്നതിൻ്റെ കൂട്ടുള്ള വേദനയായിരുന്നു ശരീരം മാസകലം. പിന്നെ എൻ്റെ കാര്യം അറിയാമല്ലോ, ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരു ടൈപ്പല്ല. പിന്നെ എൻ്റെ കുഞ്ഞാൻ ഗുളിക എങ്ങാണ്ട് ആദ്യം ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാനും പോയില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയാണ്. പിന്നെ ചിലരുണ്ട് ഈ പനിയൊക്കെ വന്നാൽ കുളിക്കാതെ നനയ്ക്കാതെ. പക്ഷേ എനിക്കത് കുളിക്കണം. ചിലരാണെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കും, പനിയൊക്കെയാന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ കുളിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ നല്ല ഒരു ആശ്വാസം തോന്നും, നല്ലൊരു ഒരു ഉണർവൊക്കെ കിട്ടും പിള്ളേ. ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സംഭവം നമുക്ക് കിട്ടും ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്താൽ. അപ്പോഴിച്ചിരിയൊക്കെ കുറവുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു വീട്ടുവിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഒന്നും തുടങ്ങിയില്ല കേട്ടോ, ഒന്നും തുടങ്ങിയില്ല. അപ്പോഴും ദോശയും ചമ്മന്തിയൊക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ചു. പിയെ ഇന്ന് ഞാൻ ഉറക്കം എഴുന്നേറ്റ് കണ്ണ് തുറന്നത് എൻ്റെ പിയയിൽ അവിടെ റോഡിൽ കിടന്ന് തൂക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, ഇന്നലെ ഉറങ്ങിയില്ലയോ, എന്തിനാ ഇങ്ങനെ വൈകിട്ട് പോകുന്നത്, ഇവിടെ അങ്ങ് കിടന്നൂടെ, ചാച്ചി ഉറങ്ങിക്കൂടെ, നമുക്ക് അന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങാമല്ലോ എന്ന്. പാവം കേട്ടോ. അപ്പോഴിന്ന് ഇവിടെ ഉണ്ട് ആള്. അപ്പോഴും നമ്മുടെ സരസും ഇനി വന്നു. അമ്മയ്ക്കും പനിയൊക്കെ കേട്ടോ. ഈ കാലാവസ്ഥയുടെ ആയിരിക്കും, നല്ല ഭയങ്കരമായിട്ടുള്ള ചൂടൊക്കെ അല്ലേ, അതുകൊണ്ടൊക്കെയാണ് മനുഷ്യർക്ക് ഒത്തിരിയൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും. പിന്നെ വലുതായിട്ട് കിടപ്പിലൊന്നും ആക്കാതിരുന്നാൽ മതി. ദൈവമേ, അങ്ങനെയൊന്നും ചതിക്കില്ലേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴയൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും മഴ ഇടിയൊക്കെ വരുമ്പോൾ എല്ലാം ഓഫാക്കി ഊരി ഇട്ടേക്കണേ എൻ്റെ പൊന്നെ. നമ്മൾ അപ്പോഴും ഊരിയിടാൻ പോവല്ലേ നിങ്ങൾ ഒരു കാരണവശാലും കേട്ടോ. നമ്മൾ ഓരോരുത്തടത്തും എന്തൊക്കെയാന്നേലും പിന്നെ വരാനുള്ളത് വരും. എന്നാലും നമ്മളൊന്നും ഒരു മുൻകരുതലൊക്കെ ഇനിയിപ്പം നമ്മൾ എടുക്കണം കേട്ടോ. എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫാക്കി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോഴിതൊക്കെയുള്ളൂ ഈ കുഞ്ഞു സുപ്പുന് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. മുൻകരുതലൊക്കെ എടുക്കണം. എനിക്ക് അത്രയ്ക്ക് പേടിയായിട്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞുട്ടി എന്നൊരു ശബ്ദം കേൾക്കുമ്പോഴേ ഞാൻ ഈ പിള്ളേരെ വിളിക്കും, മക്കളെ എല്ലാം ഊരിയിടും. അപ്പോഴവർ പറയും ഈ അമ്മയും കൊണ്ട് തോറ്റലെന്ന്. പക്ഷെ അറിയത്തില്ല, ഇനിയിപ്പോൾ ഈ മഴയില്ലാതെ ഇടി വരും, അതാണ് കുഴപ്പം വരുന്നത്. മഴയില്ലാതെ ഇടിയുള്ള വെട്ടുന്നത് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ചൂടായിട്ടുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പോൾ ഈശോ അപ്പച്ചൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ കൃഷ്ണ ഭഗവാനും മഹാദേവരും എല്ലാവരെയും കൂടെ വിളിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി പോകത്തുള്ളൂ പിള്ളേരെ കേട്ടോ. അപ്പോൾ ഒരാളെ വിളിച്ച് അല്ലെങ്കിൽ മറ്റാളെ വിളിച്ചില്ലെങ്കിൽ പരാതി ആവത്തില്ല. അപ്പോൾ ഈശോ അപ്പച്ചനും അള്ളാവും പടച്ചോനും എല്ലാവരും ഒരാളാണ് നമ്മൾ ഈ വിളിക്കുന്നത്. പിന്നെ നമ്മൾ മനുഷ്യർ തന്നെ ഓരോന്നൊക്കെ വരുത്തി കൂട്ടുന്നതായിട്ടോ. അപ്പോഴെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ. എന്നെ കാണുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോഴേ നമുക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷത്തിലേക്കൊക്കെ പോകാം. കുഞ്ഞടുക്കള വിശേഷങ്ങളൊക്കെ തന്നെ കാണത്തുള്ളൂ ഇന്നും കേട്ടോ. അപ്പോഴിന്ന് നമുക്ക് കുടുംബശ്രീയിലെ ലോണൊന്നും അടയ്ക്കാൻ പോകണം. ചേച്ചിമാർ ഒത്തിരിയും ദിവസമായി പൈസ എൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയില്ല, വയ്യായിക ആയതുകൊണ്ട് കേട്ടോ. 2-3 ദിവസം കൊണ്ട് നമുക്ക് തീരെ വയ്യായിരുന്നല്ലോ. അപ്പോഴതൊക്കെ ഒന്ന് കൊണ്ടുപോയി അടയ്ക്കണം. അതൊക്കെ ഉണ്ട് ഇന്ന് കേട്ടോ. ഒക്കുവാണെങ്കിൽ നമ്മുടെ അണ്ണൻ കൊണ്ടുപോയാലേ അത് ഒക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഈ വെയിലത്ത് പാവം വയ്യ കേട്ടോ. അത്രയ്ക്ക് അതിവേദന. നമുക്ക് ഇവിടെ നിന്ന് ഒത്തിരി ഒന്ന് നടന്നു പോകണം ബസ് കയറാൻ കേട്ടോ.
പിന്നെ നമ്മുടെ അണ്ണനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അള്ളി പിടിച്ചിരുന്ന് അങ്ങ് പോയാൽ മതിയല്ലോ. എന്നാലും വെയിൽ നോക്കട്ടെ, എന്തായാലും നമുക്ക് പോയി അടയ്ക്കാൻ പറ്റും. ചേച്ചിമാർ നാളെ എന്നെ കേട്ടത്തില്ല പിള്ളേരെ. ഒരു നമുക്ക് പോവാം വീഡിയോ ഒക്കെ കാണാൻ. അപ്പോഴേ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി, ഞാൻ ദോശ ഉണ്ടാക്കി തേങ്ങ ചമ്മന്തിയാണ്, ദോശ ചമ്മന്തി ഉണ്ടല്ലോ അതാണ് കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദോശയും ഇത്രയും ചമ്മന്തിയും ഉള്ളൂ. അപ്പോഴത് ഞാൻ എൻ്റെ മോനെ അങ്ങ് ഒരു 11 മണിയാകുമ്പോഴത്തേന് എങ്ങനെയും കഴിപ്പിക്കും കേട്ടോ. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ കഴിക്കത്തൊന്നുമില്ല. അടിച്ച് പിടിച്ചാണെങ്കിലും ഞാൻ അവനെ കൊണ്ട് ഇത് കഴിപ്പിച്ച് തീർക്കും. അതിന് വെച്ചേക്കുക. പിന്നെ വേറെ മാവ് ഇരുന്ന് അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ ആണെങ്കിൽ നമുക്ക് മീൻ കിട്ടിയതെന്ന് വെച്ചാൽ ഇന്ന് അയലമീനാണ് കിട്ടിയത്. തേണ്ട നല്ല അയലമീൻ കിട്ടി, നല്ല പച്ച അയലമീൻ കിട്ടി. അപ്പോഴേ അത് ഇനി ഇവനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വേണം എനിക്കും ഒന്ന് കുളിക്കാൻ. അപ്പോഴേ ഞങ്ങൾ രണ്ടും കൂടെ പോയി അടിച്ച് നനച്ച് കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ. നല്ല പച്ച മീനായല കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കുളിയും നനയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയും നനയും എല്ലാം കഴിഞ്ഞു. പിന്നെന്താ അവനെ അങ്ങോട്ട് അടുപ്പത്തോട്ടാക്കി ഞാൻ കേട്ടോ. എപ്പോഴും നമ്മൾ അടുപ്പത്തൊക്കെ അടുപ്പത്തല്ലല്ലോ കലക്കിയൊക്കെ വെക്കുന്നത് കാണിക്കുമ്പോൾ ഒത്തിരി സമയമാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തിളയ്ക്കുമ്പോൾ കാണിക്കാവുന്നു, തിളയ്ക്കുമ്പോൾ കറിവേപ്പില ഇടുന്ന കാണിക്കാവുന്നു കേട്ടോ. നല്ല പച്ച അയലക്കൂട്ടന, നല്ല മഴക്കോലുണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങളെല്ലാം പറയുമ്പോൾ ഇന്ന് നല്ലോണം കലാശിക്കുന്ന കൊട്ടിക്കലാശം ഉണ്ടല്ലോ, കൊട്ടിക്കലാശം എന്നൊക്കെ പറയത്തില്ല, അതുമാതിരി നല്ല ചൂടും നല്ല വല്ലാത്തൊരു അന്തരീക്ഷമൊക്കെ രാവിലെ മുതലേ കേട്ടോ. ഉപ്പും കൂടെ ഉപ്പ് കുറവാട്ടോ, ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. നല്ല വെയിലില്ലെങ്കിലും നല്ല ചൂടുണ്ട് രാവിലെ കേട്ടോ. എന്തിനാന്നോ എന്തോ ഇച്ചിരി ഉപ്പ് വേണം കേട്ടോ, കുറച്ച്. അവനൊന്ന് തിളച്ച് വറ്റട്ടെ ഇതിൻ്റെ. ആ സമയം കൊണ്ട് ഞാൻ ഇതും റെഡിയാക്കി വെച്ചു. നമുക്ക് കായ വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കുന്ന കേട്ടോ. അത് ഇനി മോൻ രാവിലെ തേങ്ങ തിരികെ തന്നു. രാവിലെ പാവം കേട്ടോ, പറയുമ്പോഴേ എല്ലാം ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ തിരികെ തന്നു. അപ്പോൾ ഇനി അതൊന്ന് ചതച്ച് അടുപ്പത്തോട്ട് വെച്ചാൽ മതി. കറി പിന്നെ നമുക്ക് എന്തെങ്കിലും, അതാണല്ലോ പ്രശ്നം, ഈ കറി വെപ്പാണല്ലോ. പിന്നെ പപ്പടയും അതും കൂടെ കാച്ചാൽ നമുക്ക് കേട്ടോ. ഒന്ന് തിളച്ച് വറ്റട്ടെ, തീ കുറച്ചിടാം. അല്ലെങ്കിൽ പതിയെ ഇരുന്ന് മീൻകറിയൊക്കെ വെന്താലില്ലേ അതിനൊരു ടേസ്റ്റൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? അവൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കുഞ്ഞായിട്ടിരുന്ന് ചെറിയ തീയിട്ട് കൊടുത്തേക്കുന്നേ. തിളച്ചങ്ങോട്ട് വറ്റട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കഴുകി വാരി വെച്ച് നമുക്ക് അരപ്പ് ഒന്ന് ശരിയാക്കി വെക്കാം. എളുപ്പ പണിയാണല്ലോ അന്നേരല്ലേ. അമ്മയുടെ കയ്യിൽ കിട്ടും പാത്ത് വന്ന് എന്നെ നോക്കുന്നേന്. അമ്മയെ താണ്ടേ ഇവിടെ വന്ന് എന്നെ പാത്ത് നോക്കുന്നേ. വരുന്ന അടിക്കാനെ കമ്പം കൊണ്ട്. നമ്മുടെ മീൻകറിയൊക്കെ അങ്ങനെ റെഡിയായി കേട്ടോ. മീൻകറിയൊക്കെ റെഡിയായി. അപ്പോഴിനി നമുക്ക് തോരനെ അങ്ങോട്ട് എടുത്ത് വെക്കാം. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് ഞാൻ ചതച്ച് വാരിയൊക്കെ വെച്ചു കേട്ടോ. എൻ്റെ എളുപ്പ പണി. അപ്പോഴിനി തേങ്ങ തിരുമാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ രസമാക്കാൻ പോയി. നമുക്ക് കറി രസമാണ് കേട്ടോ. കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് വാരി ഇട്ടിട്ടുണ്ട്. വേവട്ടെ. കരിവേപ്പില എടുത്ത് ഞാൻ വേണ്ട, ഇനിയും വേണ്ട. അയ്യോ വേണ്ട, ഓതാനുള്ള കറിവേപ്പില എനിക്ക് രാവിലെ എടുത്തോണ്ട് തന്നെ. ഇനിയിപ്പം വേണ്ട എനിക്ക്. ഇനി നമുക്ക് ഇത് വേവട്ടെ. എന്നിട്ട് നമുക്ക് ചതച്ചത് ഇട്ട് ഇളക്കി കടുക് വറുത്താണ്. ഇനി രസത്തിനരിയിട്ട് തക്കാളി രസം വെക്കാം. എനിക്ക് വയ്യ തേങ്ങ തിരുമാനി. ഇനി അതോ മാങ്ങാക്കറി വേണോ? രണ്ടിലൊന്നേ മാങ്ങാക്കറി വേണോ രസം വേണോ? എനിക്ക് വയ്യ, തേങ്ങ തിരികെ തരാമോ? രസം വെക്കാം നമുക്ക് കേട്ടോ. തൈരില്ല, അല്ലെങ്കിൽ നമുക്ക് മോര് കാച്ചാമായിരുന്നു. എന്തായാലും ഇത് വേവട്ടെ. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ഒരു മണവും എനിക്ക് കേൾക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് വേണം. അപ്പോഴും മോളെ പെട്ടെന്ന് അവിടെ കയറി വന്നിട്ട് പറയും എന്തോ അമ്മ വെക്കുന്നത്. ഞാൻ പറയും ഒന്നുമില്ല, എന്തെങ്കിലും വെച്ചോ. എനിക്കറിയത്തില്ല. നല്ല മണം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കാതില്ല, എനിക്കിതിൻ്റെ ഒന്നും മണം അറിയത്തില്ല. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി അല്ലേ, അങ്ങനെയാണ്. എല്ലാത്തിൻ്റെ മണം കിട്ടണമെങ്കിൽ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ വിചാരിക്കുമോ ഒരു മണവും ഗുണവും ഒന്നുമില്ലല്ലോ നമ്മൾ വെക്കുന്നതിന്. ചുമ്മാതാട്ടോ, നമ്മൾ വെക്കുന്നത് നല്ല അടിപൊളിയാണ്. ഞാൻ വെക്കുന്നതായതുകൊണ്ട് പറയല്ല കേട്ടോ. അപ്പോഴും
കാത്തോരൻ വെന്ത് കേട്ടോ, മറന്നുപോയി അരപ്പൊക്കെ ഇട്ടതേ. അപ്പോൾ കടുക് വറുത്ത് ഞാൻ ഒഴിച്ചു. അപ്പോൾ എളുപ്പം പണി കഴിഞ്ഞില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വേഗത്തിൽ നമ്മൾ ഇന്നങ്ങ് ചെയ്യുക. മഴയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഈ വേഗത്തിൽ എല്ലാ പണികളും തീർക്കുന്നത്. അതങ്ങനെയാണല്ലോ എല്ലാ വീട്ടമ്മമാരും. എവിടെയെങ്കിലും പോകണമെങ്കിൽ എത്ര നൂറിൽ പിടിക്കും അവരല്ലേ, പണി നൂറെ പിടിച്ചാലേ പോകാനൊക്കെ കൂടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രസക്കുട്ടൻ്റെ ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ ഒന്ന് കടുക് വറുത്ത് എല്ലാം അരിഞ്ഞ് വെച്ച് വെക്കുക. എല്ലാം ഉണ്ടല്ലോ, പൊടികളെല്ലാം തട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് തിളപ്പിക്കാം, പിള്ളേരെ തിളപ്പിക്കാം. അത്ര പോരാ, ആർക്കും രസം അത്ര പോരാ, മോരും അത്ര പോരാ. ഇങ്ങനെ നിൽക്കുക. പിന്നെ ഞാൻ എന്തോ ചെയ്യണമെന്ന് പറ, എന്തെങ്കിലും തട്ടിക്കൂട്ടല്ലേ. നമ്മുടെ അണ്ണന് പിന്നെ എൻ്റെ കൊച്ചു നല്ല കൊച്ചാട്ടോ, വളർത്താൻ കൊള്ളാമെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ചേച്ചി മീൻ ചാറ് മാത്രം മതി, നീ എനിക്ക് അത് മാത്രം വെച്ച് തന്നാൽ മതി എന്നാണ് എന്നോട് പറയുന്നത് കേട്ടോ. അത് ചിലർക്ക് എങ്ങനെ മീനിൻ്റെ അത് വേണം എന്നുള്ളത്, വേറെ ഒന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല കേട്ടോ. പോയില്ലേ മോനെ? അവിടെ വേറെ ഒരു കറി വേണമെന്നില്ല, മീൻ ഇവിടെ എന്നും നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ മലയ്ക്കൊക്കെ പോകുമ്പോഴായിരിക്കും ഇവരുടെയൊക്കെ ഓരോ കഷ്ട ദൈവമേ കടിച്ചു പിടിച്ചൊക്കെ ആയിരിക്കും ഇവർ നൊയമ്പ് എടുക്കുന്നതല്ലേ, ഞാൻ എപ്പോഴും വിചാരിക്കും. അതിന് മാത്രമല്ലേ നമ്മൾ പിന്നെ 1-ാം ദിവസം ഇവിടെ മീൻ കഴിക്കത്തില്ല അങ്ങനെയൊക്കെ കേട്ടോ. അല്ലാതുള്ള ദിവസങ്ങളിൽ എന്നും ഇവിടെ മീൻ നിർബന്ധമാണ് കേട്ടോ. ഞാൻ ഇന്ന് കടുക് വറുത്ത് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും, എനിക്കതാ പേടി. ഈ ചട്ടിക്കകത്ത് വെക്കുമ്പോൾ പുകയൊക്കെ വരും കേട്ടോ. അപ്പോഴതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമറ ഒന്ന് ഓഫാക്കിയിട്ട് എല്ലാം തട്ടിയിട്ടിട്ട് വഴറ്റുന്ന കാണിക്കാം കേട്ടോ. ഇങ്ങനെ പുകയാ. ഇതിന് മാത്രമേ ഉള്ളൂ ഈ കുഴപ്പം കേട്ടോ. അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ ഉടനെ ഇതിനങ്ങ് പുകയാ. അത് ഈ എണ്ണ പിടിച്ച് കിടക്കുന്നോണ്ടായിരിക്കും ചട്ടിക്കകത്തല്ലേ. അമ്മേ ദാണ്ടേ ഓടിയായോ, പിന്നേതാ വന്നേ, ആണ്ടേ ഇവിടെ വന്ന് പാത്തിരിക്കുന്നേ, ഇവിടെ വന്ന് പാത്തിരിക്കുന്നേ അമ്മയെ കാണാതെ. അങ്ങനെ നമ്മുടെ രസക്കുട്ടന്മാരുടെ എല്ലാം വഴറ്റിയെടുത്തേക്കാം. ഇനിയിപ്പം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മഴ ഇപ്പം പെയ്യും കേട്ടോ. എന്തൊരു ചൂടോ. ഇപ്പോഴത്തേ എല്ലാ അമ്മമാരും അങ്ങോട്ട് വഴന്ന് സെറ്റായി. അതല്ലേ അങ്ങനെയാണല്ലോ, ഒരമ്മയ്ക്ക് 3 മക്കളുണ്ടെങ്കിൽ എല്ലാം ഏതെങ്കിലും ഒന്നും കാണൂല തല തിരിഞ്ഞാനല്ലേ. അതുപോലെ ഈ ചട്ടിയുടെ കാര്യം കേട്ടോ. അങ്ങനല്ലയോ, അങ്ങനാണ്. ഇനി അങ്ങോട്ട് ഹവൻ കിടന്ന് അങ്ങോട്ട് തിളക്കട്ടെ. ഞാനിവിടെ തിളച്ച് നിൽക്കുക, ഈ രസത്തിനേക്കാളും തിളച്ച് നിൽക്കുക. ഞാൻ ഇവിടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ. നമ്മുടെ പെട്രോളൊക്കെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പോരാത്തിന് വേണമെങ്കിൽ ഇനി ഒഴിക്കാം. നമുക്ക് പുളി നോക്കട്ടെ. പുളി ഉണ്ട്. ഒന്നും കൂടെ തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞല്ലേ രസത്തിൻ്റെ ആ ഇത് അറിയുള്ളല്ലേ. തിളക്കട്ടെ. അമ്മ അതോ കമ്പം കൊണ്ട് വരുന്നു, സത്യമായിട്ടും തോ കമ്പെടുത്തോണ്ട് വരുന്നു. അമ്മേതാ ഇവിടെ പാത്ത് നിപ്പോണ്ട്. അമ്മേ ഏതാണ്ടേ ഇവിടെ വന്ന് തൂണിന് മറിഞ്ഞ് നിൽക്കുന്നേ, ഓടിവായോ. അങ്ങനെ എല്ലാം വെന്തോ നമ്മുടെ കേട്ടോ. പപ്പടവും കാച്ചി വെച്ച് ഇനി പരിപാടിയൊന്നുമില്ല. എല്ലാം കഴുകി പറക്കി തൂത്തുവാരി വെച്ച് ഇത് അപ്പുറത്തോട്ട് എടുത്ത് വെക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഞാനേ ഇല്ല അവിടെ പോയിട്ട് ഓടി വരും ചോറൊക്കെ കൊടുത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കടമ്പനാട്ട് പോയിട്ട് വന്ന് എൻ്റെ അണ്ണൻ്റെ പോക്കറ്റ് മൊത്തം കീറിച്ചേട്ടോ. അപ്പോഴേ ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്തു, എന്തൊക്കെയോ ഏതൊക്കെയോ ചാടി പിടിച്ച് ഞാൻ കേട്ടോ. ഇതൊക്കെ നമുക്ക് എപ്പോഴും വേണ്ട സംഭവങ്ങളാണല്ലോ. അപ്പോഴും ഞാൻ പോകുമ്പോൾ മാത്രം ഇതെല്ലാം മൊത്തത്തിൽ ഈ ബാത്റൂമിലേക്കുള്ള സംഭവങ്ങളും തുടയ്ക്കാനും തൂക്കാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അണ്ണോട് ഓരോന്നോരോന്ന് പറഞ്ഞാൽ തീരുന്നതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. അപ്പോഴിതെല്ലാം ഞാൻ പോകുമ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങ് എടുക്കും കേട്ടോ. നമുക്ക്
തുടയ്ക്കാനുള്ളതും ഇതിനെ തുണിക്കകത്ത് മുക്കാനുള്ളതും എല്ലാം അങ്ങനെ ഞാൻ അങ്ങ് എടുക്കും. മറ്റേ ഈ ഒരെണ്ണം തീരുമാനിക്കുക അങ്ങനെ പറഞ്ഞു കിട്ടാൽ എനിക്ക് അങ്ങനെ എടുത്തുകൊണ്ട് വരും. ഇത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ, പൂസ്കറ്റ്. അത് പിന്നെ ചാടി പിടിച്ചു. പിന്നെ ദേണ്ട് ഞാൻ 2 ഗ്ലാസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കപ്പ് മൊത്തം ഇഷ്ടംപോലെ കപ്പ് ഇരിപ്പുണ്ട്, എന്നാൽ ഈ കപ്പ് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി കേട്ടോ. ഗ്ലാസ് മാതിരിയുള്ളതിനകത്ത് സെറ്റോടല്ലല്ലോ, നമ്മൾ ഓരോ പീസാകുമ്പോൾ അങ്ങനെ കൊടുക്കുമല്ലോ, അപ്പോഴും അങ്ങനെ നല്ല വില കേട്ടോ. 52 രൂപ കേട്ടോ, 52 രൂപ ഒരെണ്ണത്തിന്. അത് വാങ്ങിച്ചു. പിന്നെ ഇതും വാങ്ങിച്ചു. പിന്നെ ആക്രികൾ, പിന്നെ നമ്മുടെ എന്താ പൂ കൊരുത്ത് പിന്നെ നൂല് മൊത്തം പോയി. പിന്നെ ഞാൻ 2 കൈ സൂചി വാങ്ങിച്ചു. എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ സൂചി നോക്കുമ്പോൾ കാണത്തില്ല കേട്ടോ. നൂലെല്ലാം തീരുന്നത് പൂ കെട്ടിയപ്പം കേട്ടോ, അല്ലാതെ എന്തോ തയ്ക്കുന്നൊന്നുമില്ലല്ലോ. പിന്നെ പ്രില്ലൊക്കെ തീർന്നിരുന്നത്. പിന്നെ ഇത് ഞാൻ നീലാംബരി ചോദിച്ചപ്പോൾ ഒറ്റ കടയിൽ നീലാംബരി ഇല്ല കേട്ടോ. അപ്പോഴും ഞാൻ ഇത് വാങ്ങിച്ചു. അപ്പോഴവർ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേ. വിളക്ക് തുടയ്ക്കുന്നത്. പിന്നെ കായ്പ്പൊടിയും തൽക്കാലം കൊണ്ട് ഉച്ചയ്ക്ക് രസം ഉണ്ടാക്കി. അപ്പോൾ NSൻ്റെ കട്ടയാണെന്നിട്ട് ഞാൻ NSൻ്റെ വാങ്ങിക്കത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ചാടി പിടിച്ചു. പിന്നെ ബഡ്സ് വേണമായിരുന്നു. പിന്നെ ഉലുവാപ്പൊടി, അതൊക്കെ നമുക്ക് ഫേഷ്യൽ ചെയ്യാനാണ് കേട്ടോ. അല്ലാതെന്നുള്ളത് ഞാനുണ്ടല്ലോ, അല്ലാതെ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഞാൻ പിന്നെ മറ്റേത് നമ്മൾ പൊടിച്ചതൊക്കെ പൊടിച്ചെടുക്കണ്ടേ, അത് പാടില്ല. അതുകൊണ്ട് പിന്നെ ഇത് ഇച്ചിരി ഇട്ടാൽ മതി. നമുക്ക് ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരിയാവണ്ടേ. ഇനി ഇതും മോൻ്റെ ഇതായിരുന്നു, പനലായിരുന്നു. അപ്പോഴവനൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ സംഭവം വാങ്ങിച്ചു. എനിക്കറിയത്തില്ല എന്തോ വാങ്ങിച്ചതെന്നൊന്നും എനിക്കറിയാമോ. എന്തായാലും 10,000-2000 രൂപയായി കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോഴതാ പറഞ്ഞത് പോക്കറ്റ് കീറിയെന്നൊക്കെ. അതിൽ കൂടുതൽ പുറത്തായെന്ന് തോന്നുന്നു കേട്ടോ, പിന്നെ മക്കൾക്ക് പിന്നെ കഴിക്കാൻ പിന്നെ എന്തുവാ പരിപ്പുവടയും ഏത്തയ്ക്കാപ്പവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അവർ നമ്മളെ കയറ്റത്തിലിഞ്ഞോട്ട് കേട്ടോ. അപ്പോഴതൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചു. അപ്പോഴിത്രയും സാധനങ്ങൾ വാങ്ങിച്ചു നമ്മൾ കേട്ടോ. എത്രയൊക്കെ വാങ്ങിച്ചോളൂ, നല്ല ഒരു തുകയായി. എന്തായാലും ഇന്ന് എന്നെയും കൊണ്ട് പോയി. അതാ പറഞ്ഞത് ഇനി എൻ്റെ കൂടെ അങ്ങ് വന്നേക്കരുതെന്ന് കേട്ടോ. നമ്മുടെ കുരുവിയുടെ കൂട്ടിൽ അച്ഛൻകിളിയും അമ്മക്കിളിയും 2 പേരും ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരും പോകും അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴും ശബ്ദമൊന്നും കേൾക്കുന്നില്ല, കുഞ്ഞിക്കിളിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോഴും മുട്ട വിരിഞ്ഞോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒളിക്യാമറ വെച്ച് നോക്കണം. ഇങ്ങോട്ടാണ്, ഇതുവഴിയാണ് പോകുന്നത്. ഷൂന്നും പറഞ്ഞൊരു പോക്കുണ്ട്. അവിടാണ് അതിൻ്റെ ഫ്രണ്ട് ഡോർ കേട്ടോ. സിറ്റ് ഔട്ടായിരിക്കാം അല്ലേ കേട്ടോ. ഇങ്ങോട്ട് അതിൻ്റെ വാതിൽ കേട്ടോ. നിറയെ കായുണ്ട്. അവരവിടെ ഇരിക്കട്ടെ, അതിനകത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കടമ്പനാട്ടൊക്കെ പോയിട്ട് വന്നു. പിന്നെ ലോണിൻ്റെ പൈസയൊക്കെ അടച്ചു. അപ്പോഴും നമ്മുടെ ബാങ്കിൻ്റെ ആ ഫ്രണ്ടിലൊരു മദർ തെരേസയുടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ അമ്മയുടെ അടുത്ത് നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിൽ എന്തോ പരിപാടിയും പ്രോഗ്രാം ഉണ്ടായിരുന്നു, ക്യാമ്പോ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറച്ചു ആൾക്കാർ. അതുകൊണ്ട് ഞാൻ പിന്നെ ബാങ്കിലും ആളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പുറത്ത് പോകുമ്പോൾ വഴക്ക് പറയുന്നവരൊക്കെ ആരും കാണാതല്ലേ, നമ്മുടെ വീട്ടിലുള്ളതൊക്കെ അല്ലേ ഉള്ളൂ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, വാങ്ങിച്ച സംഭവങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോഴെന്നോട് പറഞ്ഞിട്ടുണ്ട് മേലാൻ ഇനി ഈ പരിപാടിക്ക് നിന്നേക്കരുത്. ഞാൻ ചോദിച്ചു എന്താണ്? എൻ്റെ പോക്കറ്റ് മൊത്തം നീ കീറിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ തയ്ച്ചു തരാം നാളെ. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വെച്ചേക്കുക. ഒന്നും പറയത്തില്ല, അതൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ലേ അല്ലേ. അങ്ങനെയൊക്കെ. ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പരിപാടികളൊന്നുമില്ല, ജോലിയൊന്നുമില്ല. 5-6 ചപ്പാത്തി ഉണ്ടാക്കണം, അതേ ഉള്ളൂ രാത്രിയിലത്തെ പരിപാടികൾ കേട്ടോ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.